നമസ്കാരം ഷാജി ചേട്ടാ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാൻ വിളിച്ചതേ നമ്മുടെ ഈ നവീൻ ബാബു എന്ന ADM-ന്റെ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്ന ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് വന്നിരിക്കുന്ന വിധി, ആ കേസിൽ വന്നിരിക്കുന്ന വിധി എന്നത് CBI അന്വേഷണം വേണ്ട, SIT-യുടെ അന്വേഷണം തുടരട്ടെ എന്ന്. അപ്പോ നമ്മൾ കണ്ടതാണ് നാളെ വരെ SIT എന്താണ് അന്വേഷണം തുടർന്നത്, എന്താണ് കേസ് ഡയറി കൊടുത്തത്, എല്ലാം പ്രഹസനമാണെന്നൊക്കെ കണ്ടതാണ്. നമുക്ക് അറിയേണ്ടത്, നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം കോടതി വിധിയെ കുറിച്ചും കോടതി വിധി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധിയിലേക്ക് എത്തപ്പെട്ടു എന്നൊരു വീക്ഷണവും, തുടർന്ന് ഇനിയിപ്പോ SIT അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കണ്ണൂര് ഒരു പോലീസ് മേധാവി പുതിയതായി വന്നിട്ടുണ്ട്. യതീഷ് ചന്ദ്ര എന്ന പോലീസ് മേധാവി വന്നിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി ഇപ്പൊ വന്നിട്ടുള്ള ഒരു പുതിയ ഗവർണറാണ്. എന്തൊക്കെയാകും ഈ കേസിന് ഈ തുടരന്വേഷണം എന്ന് പറയുന്നത്? SIT സംഘത്തിൽ ഒരു DOSP-യെ നിയമിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി നല്ല നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകാത്തത് കൊണ്ടായിരിക്കുമോ ഈ വിധി വന്നത്? അവരുടെ കുടുംബം ഇനി എന്തായിരിക്കും? കുടുംബം പറയുന്നത് അവര് അടുത്ത ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോകും. ഇതൊരു സിംഗിൾ ബെഞ്ച് വിധിയല്ലേ? അതെ, ഒന്ന് പറയാമോ ചേട്ടാ? അല്ല, ഇതിനകത്ത് ഒരു വളരെ സങ്കീർണമായ ഒരു വിഷയം വരുന്നത്, ഹൈക്കോടതിയിൽ കണ്ണൂർ സ്വദേശിയും കൂടിയായിരിക്കുന്ന ജഡ്ജി കൗസർ എടപ്പകത്ത് ഇത്തരം ഒരു നിരീക്ഷണം നടത്തി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് കഴിയുന്ന ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായും പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ഒരുപാട് സംശയങ്ങൾ ഉദിപ്പിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് അതിൽ ബേസിക് ആയിരിക്കുന്ന ഒരു ചോദ്യം. അത് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംഭവത്തിനകത്തെ ഗുരുതരമായ ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ കലക്ടറാണ്. ജില്ലാ കലക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ട് അതിനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കണ്ണൂരിലെ ഏത് പോലീസ് ഓഫീസർക്കാണ് സാധ്യമാവുക? സംസ്ഥാനത്തിലെ ഏത് പോലീസ് ഓഫീസർക്കാണ് കലക്ടറെ ചോദ്യം ചെയ്യാൻ കഴിയുക? ഒരു കലക്ടറെയും ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. സ്വാഭാവികമായും ഇത്തരമൊരു ഗൗരവതരമായ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരമൊരു വിഷയത്തിനകത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ അത് CBI-ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഒറ്റ ഉദാഹരണം എടുക്കുക. അപ്പൊ കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന രാഷ്ട്രീയ നിയമനം മാത്രമാണത്. രാഷ്ട്രീയ നിയമനം മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള 36 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരിക്കുന്ന, അല്ലെ 36 എന്തായാലും 40 താഴെ ഏജ് ഉണ്ടായിരിക്കുന്ന TP ദിവ്യയെ ചോദ്യം ചെയ്യാൻ മുട്ടുപറക്കുന്നവരാണ് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട്. ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അതൊരു പാർട്ടി അധികാര കേന്ദ്രത്തിന്റെ ഭരണകൂട രൂപവും കൂടിയാണ്. ഇത്തരമൊരവസ്ഥ നിലനിൽക്കവെയാണ് ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാളെ, ഒരു കലക്ടറെ ചോദ്യം ചെയ്യാൻ ആരാണ് തയ്യാറാവുക? ഒരാളും തയ്യാറാവില്ല. ഇതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ട് ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഒന്ന്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് നേരെയും ഈ ആരോപണത്തിന്റെ കുന്തമുന ചെറിയ തോതിൽ നീണ്ടിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ അധികാരത്തെ മുഴുവൻ തന്നെ ഗവേൺ ചെയ്യുന്ന ഒരു വലിയ അധികാര കേന്ദ്രമാണ് പാർട്ടി. സംഘടനാ രംഗത്ത് കൂടെ അധികാര കേന്ദ്രം എന്നാണ് പറയാം. മുഖ്യമന്ത്രിക്കാണ് പൂർണ്ണ അധികാരമെങ്കിലും അത് ഈ സംഘടനാ ചട്ടക്കൂടിന്റെ വേറൊരു കുഴപ്പമാണ്. അതിനകത്ത് വിഷയമല്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളുടെ മകന് നേരെയും ഉയർന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ഒരു ചെറിയ വിഷയമുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആരാണ് ഇത് ചോദ്യം ചെയ്യാൻ പോകുന്നത്? നോബഡി ഈസ് ഗോയിങ് ടു കോൾ. ഒരു പോലീസ് ഓഫീസറുണ്ട് ആ വിഷയം വരില്ല. അപ്പൊ സ്വാഭാവികമായും ഇത് തിരിച്ചറിയാത്ത ഒരാളായിരിക്കുമോ, ആ ആളായിരിക്കണമോ ഒരു ഹൈക്കോടതിയിലെ ഒരു ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ജഡ്ജ് എന്ന് പറയുന്നത്? ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം ഒരു വിധിന്യായം പുറപ്പെടുവിക്കപ്പെട്ടത്, വിധിന്യായമല്ല, ഇത്തരം ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് തീർച്ചയായും അതെന്താന്ന് പറഞ്ഞാൽ ഇരയുടെ പക്ഷത്ത് നിന്ന് സന്തോഷിക്കാനുണ്ടായിരിക്കുന്ന ഒരു തീർപ്പ് കൽപ്പിക്കാനല്ലാതെ അത്തരം ഒരു തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്നു പറയുമ്പോൾ സത്യത്തിൽ എന്തായിത്തീരുകയാണെന്ന് പറഞ്ഞാൽ ഇര പിന്നെയും അലയാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ സിറ്റുവേഷനിലേക്ക് മാറുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. നിങ്ങൾ ഇതിനകത്ത് രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ഈ പറയുന്ന പ്രശാന്തൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടല്ലോ. ആ പരാതി വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ട സംഭവത്തിൽ നമ്മൾ ഒരു അന്വേഷണവും ഇതുവരെ നടത്താതിരിക്കുന്ന പോലീസ് സംവിധാനം, ഒരു അന്വേഷണം നടത്താതിരിക്കുന്നത് അത് കൃത്യമായിട്ട് ആർക്ക് അറിയാവുന്നതാണ്? ഈ പറയുന്ന കേസ് നേരത്തെ കിട്ടിരിക്കുന്ന ജഡ്ജിക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നേരത്തെ വന്നിരിക്കുന്ന ജഡ്ജി എന്താണെന്ന്, അയാളും കണ്ണൂർ സ്വദേശിയായിരുന്നു. ഈ വന്നിരിക്കുന്ന ആളും കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ എസ് കോളേജിലാണ് ഈ പറയുന്ന ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ റിട്ടയർമെന്റിന്റെ ബ്രിങ്കിലാണെന്നാണ് തോന്നുന്നത് ശരിക്കും. അപ്പൊ ഇത്തരം സംഭവങ്ങൾ അവിടെയൊന്നും ഒരു കാര്യവും ചെയ്യാതെ ഇതിൽ ഏകപക്ഷീയമായി CBI വേണ്ട എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു തീർപ്പ് കൽപ്പിക്കാൻ
കൽപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു 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 അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു ജഡ്ജിയെ, ഹൈക്കോടതി ജഡ്ജിയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? സ്വാഭാവികമായും അത് വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു 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 വിഷയമായിട്ടാണ് കൃത്യമായിട്ടും അത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആർക്കെല്ലാമാണോ യഥാർത്ഥത്തിൽ ഗോൾ കിട്ടേണ്ടിയിരിക്കുന്നത്, ആ കിട്ടിയവരെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ഗോൾ അടിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സി ബി ഐയുടെ അന്വേഷണത്തിൽ സി ബി ഐ അവർ പറഞ്ഞെന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് കത്ത് എടുത്താൽ അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് അന്വേഷിക്കാൻ. ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഇവിടെ ഒത്തില്ല എന്നും അത് കലക്ടർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിനകത്തിരിക്കുന്നവരെ ചോദ്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ പോലീസിനും സാധ്യമാവില്ല എന്ന് 100% ഉറപ്പായിരിക്കവേ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് ഒരു പോലീസിനും ഒരു വസ്തു ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു തീർപ്പ് കേൾപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സ്പിരിറ്റ് എന്തായിരിക്കും? ഞാൻ വീണ്ടും ആവർത്തിക്കും, എന്തായിരിക്കും അദ്ദേഹം സ്പിരിറ്റ് എന്തായിരിക്കും? ആ സ്പിരിറ്റ് തീർച്ചയായും എന്തായിരിക്കും, ഒരുപക്ഷെ എന്താ പറയാ ഒരുപാട് വീണ്ടു വിചാരങ്ങൾക്ക് ഒരുപക്ഷെ ജഡ്ജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു 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 എന്താ പറയാ നീതിന്യായ വ്യവസ്ഥ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എന്താണ് ഒരു ഒത്തുതീർപ്പ് ആണോ ചേട്ടാ ഉദ്ദേശം? ഒത്തുതീർപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒത്തുതീർപ്പല്ലാതെ, അതായത് ഇതിനകത്ത് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ ഒരു പുത്തനായിട്ടൊരു DYSP ഇതിനകത്ത് അന്വേഷണത്തിന് ചുമതല ഇൻഡക്ട് ചെയ്യണമെന്ന് ഒരു ഉത്തരവും ഒരു നിർദ്ദേശവും കൂടി ഹൈക്കോടതിയിൽ നിന്ന് വന്നല്ലോ. അല്ലെ, അത് നിങ്ങൾ തിരിച്ചറിയേണ്ട സാധനം എന്താ പറഞ്ഞാൽ, ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രത്താകുമാർ എന്ന് പറഞ്ഞ DYSP ഇല്ലേ, അയാൾ ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യേണ്ടതാണ്. ഇതാരെ പറ്റിക്കാനാണ് ഈ സ്ഥാപനം? അയാൾ ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യേണ്ടതാണ്. ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യുമ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് ചോദിക്കുന്നത് അയാൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊസ്രാക്കോളിൽ കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ അയാൾക്ക് പെൻഷൻ കിട്ടൂല. പെൻഷൻ കിട്ടൂല എന്നല്ല, അയാൾക്ക് സർവീസിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. അവിടെ എന്ത് ചെയ്യാണ്, ആ സംഭവത്തിനകത്ത് വളരെ തന്ത്രപരമായി ഈ പറയുന്ന റിട്ടയർമെന്റ് ആയിട്ടുള്ള മാർച്ചിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇപ്പൊ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ തന്ത്രപരമായി വെട്ടി ഒഴിയാണ് ഇത്. അതൊരു പൂഴിക്കടകൻ പ്രയോഗമാണത്. ഈ സംഭവം വരുമ്പോൾ ആളുകൾ ധരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇതാരും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ അയാൾ മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോവാണ്. മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്താ പറഞ്ഞാൽ അയാളുടെ പേര് കൊസ്രാക്കുള്ളി കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്തായി, അപ്പം ഇത് കിട്ടില്ല. ഇതൊക്കെ വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഇതില്ലേ ഇതപ്പ ഇവിടെ ആത്മഹത്യ ചെയ്ത് ശ്യാമള ആന്തൂറില് ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആ ആത്മഹത്യാ വിവാദവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അവിടുത്തെ സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറിക്ക് എന്താ പറയുക, ഇപ്പോൾ വന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ കോടതി കയറുകയാണ്. ഓരോ പെൻഷൻ ആനുകൂല്യങ്ങളില്ല, ഒരു സംഭവം അയാൾക്ക് കിട്ടിയില്ല, സർവീസിനകത്ത് ബ്രേക്കായത്. ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കവേ തന്നെയാണ് മറുഭാഗത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളെ രക്ഷിക്കുക എന്നുള്ള താല്പര്യം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു DYSP അതിനകത്ത് പുത്തനായി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗവും കൂടിയാണത്. അഥവാ അത് അധികാര കേന്ദ്രങ്ങളിൽ വന്നിരിക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയുന്ന പുതിയ ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞത് പുതിയ ഒരു റേഞ്ച് ഇവർ വന്നു എന്നുള്ളത്. ഞാൻ മിസ്റ്റർ അയ്യപ്പദാസ്, TP സെൻകുമാർ, നമ്മളിപ്പോ റിട്ടയർ ചെയ്തിരിക്കുന്ന SP അല്ലേ, സോറി IG അല്ലേ, അദ്ദേഹത്തിന് അസാധ്യമായിരിക്കുന്ന പല സംഭവങ്ങൾ കണ്ണൂർ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും അസാധ്യമായിരുന്നത്. അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ ഈ ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അതാവട്ടെ അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, അതിലും തനിക്ക് തർക്കമില്ല. പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആൾക്കാർ ഇരുന്നിട്ടും, അദ്ദേഹം ചെറുതാണെന്നല്ലേ ഞാൻ പറഞ്ഞത്, ആയിരുന്നിട്ട് പോലും പലപ്പോഴും എന്താണ് അന്വേഷണത്തിന്റെ അവർ നിശ്ചയിച്ചിരിക്കുന്ന ദിശയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉണ്ടായിരുന്നില്ല എന്ന ചിത്രമാണ് നിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ തമസ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ ഏതെല്ലാമോ വിധത്തിൽ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ പുതിയ എന്താ പറയുക തീർപ്പ് കേൾപ്പിക്കലിലൂടെ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെ സാധൂകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്ന വിഷയം ഇതാണ്, ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളായിരിക്കുമോ വാസ്തവത്തിൽ ഒരു കോടതി എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഒരു ഉയർന്ന കോടതി അല്ലല്ലോ. അതെല്ലാം ആ കോടതിക്ക് വ്യക്തമായിരിക്കവേ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഈ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന തീരുമാനത്തിൽ ഇവർ എത്തിച്ചേർന്നത്? ഇതാണ് അതിന്റെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അതോടൊപ്പം തന്നെ CBI അന്വേഷണം നടത്താൻ സന്നദ്ധമാണ് എന്ന് രേഖാമൂലം പറഞ്ഞിട്ട് പോലും, അത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്നദ്ധമാണെന്ന് രേഖാമൂലം ഏൽപ്പിച്ചിട്ട് പോലും അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കാവുന്ന ഒരു തീർപ്പ് കേൾപ്പിക്കൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ
ഇരയുടെ പക്ഷമാണോ അല്ല അത് അനീതിയുടെ പക്ഷമാണോ അല്ല വേട്ടക്കാരന്റെ പക്ഷമാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും ആലോചിക്കേണ്ടുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശരിക്ക് വരുന്നത്. അവിടെ പോലീസിന്റെ അന്വേഷണം ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലേ ഇത് അന്വേഷിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിന് വിധേയമാകാത്ത അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ കേരളത്തിൽ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരിക്കുമോ? ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഉണ്ടായിരിക്കില്ല എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കെ, നിരവധി സംഭവങ്ങളുടെ മേലെ പകൽ പോലെ വ്യക്തമായിരിക്കവേ ഇത്തരം ഒരു തീരുമാനം ഇതല്ല ശരിക്കും ഒരു ഇര പ്രതീക്ഷിക്കുന്നത്. അതല്ല ഇര എപ്പോഴും പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും, തങ്ങളുടെ സംഘടനകൾ പരിഹരിക്കുന്നതിന്, തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന വസ്തുതകളുടെ വിഷയങ്ങൾക്ക് ഒരു മാന്യമായ തീർപ്പ് കൽപ്പിച്ച് കിട്ടാനാണ് ഇര എപ്പോഴും കരയുന്നത്, ഇര എപ്പോഴും നിലവിളിക്കുന്നത്, അല്ലെങ്കിൽ ഇര എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹത്തിന് വിരുദ്ധമായ രീതിയിലേക്ക് നിങ്ങൾ ഒരു ജഡ്ജ്മെന്റിന്റെ രൂപത്തിലേക്ക് വരാവുന്ന ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഉയർന്ന കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇര വാസ്തവത്തിൽ പതറിപ്പോവുകയാണ് ചെയ്യുക. ഇര പതറിപ്പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നീതിന്യായ വ്യവസ്ഥയുടെ മനോഹാരിത, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ സത്യസന്ധത, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഉത്തുംഗത അതിനെ സ്പോയിൽ ചെയ്യുന്നൊന്നുമില്ലാണ്. ഇത് ആരുടെ താല്പര്യമാണ്? ശരിക്കും അത് വേട്ടക്കാരന്റെ താല്പര്യമാണ്. ഈ വേട്ടക്കാരന്റെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ വരാവുന്ന ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരയെ വീണ്ടും വീണ്ടും ദുർബലമാക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ഈ സംഭവത്തിനകത്ത് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന ഇന്റർവെൻഷൻ ഏതെല്ലാമോ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിരിക്കുന്ന കേസിന്റെ പൊതു സ്വഭാവത്തിനകത്തും ഞാൻ ഒരു കാര്യം തിരിച്ചിങ്ങോട്ട് ചോദിക്കട്ടെ. ഈ നവീൻ ബാബു കൊല്ലപ്പെട്ടതാണോ അതല്ല ആത്മഹത്യ ചെയ്തതാണെന്നോ ആരാണ് തീർപ്പ് കൽപ്പിച്ചത്? ഇന്ന് പലപ്പോഴും പല ചോദ്യങ്ങളും ഇപ്പോഴും എയറിലിങ്ങനെ കിടക്കുകയാണ്. ഒരു പോലീസ് ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും അന്വേഷിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടുമില്ല. അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാതിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയായിരിക്കവേ ഇതേ പോലീസ് തന്നെ, ഇതേ SIT തന്നെ അന്വേഷിക്കാമെന്നും എന്നിട്ടോ അതിനകത്ത് പുത്തനായിട്ട് ഒരു DYSP കൂടി ആഡ് ചെയ്യണമെന്ന് പറയുന്ന സംഭവം വരുമ്പോൾ മറ്റേ DYSP ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യുന്നതാണ് എന്ന ഒരു വളരെ വളരെ ഭീതിജനകമായിരിക്കുന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പുതിയതാണ് ഇത് ചുമതലപ്പെടുത്തുകയും ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്തായാലും സാധാരണ മനുഷ്യന്മാരുടെ ഇത് ആരെയും കുറ്റപ്പെടുത്താനെന്ന് പറഞ്ഞത് സാധാരണ മനുഷ്യന്മാരുടെ പൊതു സ്പിരിറ്റ് എന്താണ് ശരിക്കും, അല്ലെങ്കിൽ പൊതുവികാരം എന്താണ്? ആ വികാരം ഇര ഇപ്പോഴും അലയേണ്ടി വരുന്നു, വേട്ടക്കാരൻ ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചിരിക്കുന്ന ഒരവസ്ഥ വളരെ ഭംഗിയായി ഇവർ നിർവഹിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഒരു എന്താ പറയാ ഇതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണ വിധേയനാക്കപ്പെട്ടിരിക്കുന്ന ആളാണ് കലക്ടർ. ആരോപണ വിധേയനാണല്ലോ കലക്ടർ. ആ ആരോപണ വിധേയനായിരിക്കുന്ന കലക്ടറെ ചോദ്യം ചെയ്യാൻ പോലും സാധ്യമാവാത്ത ഒരു തുറുകണ്ണൻ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് അത് മാത്രമാണോ? അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കുകയോ ചെയ്തിരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയില്ലേ, ആ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പോലും അവരുടെ പാർട്ടിയുടെ മന്ത്രിക്ക് പോലും ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. മിസ്റ്റർ അയ്യപ്പദാസ്, കിട്ടിയോ ഇത്? അത് ഇതുവരെ ആർക്കെങ്കിലും കിട്ടിയോ? വിവരാവകാശം പറഞ്ഞ് ചോദിച്ചിട്ട് കിട്ടിയോ? ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇത്രയും ഭീകരമായ വിധത്തിൽ ഇതിനെ ഒളിച്ചു വെക്കാനുണ്ടായിരിക്കുന്ന ഒരു ചിത്രം ഒരു ഭാഗത്തുണ്ടാകുക, മറുഭാഗത്ത് എന്ത് വരിക? മറുഭാഗത്ത് ഇതേ അന്വേഷണം അങ്ങനെ തുടർന്നാൽ മതി എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഒരു തീർപ്പിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം വരികയും ചെയ്യാം. ഇത് രണ്ടും ഒന്നിച്ചു ചേരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇര വാസ്തവത്തിൽ ഇതായി പോകുന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ വേറൊരു ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, അതിനകത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന പക്ഷമാണ് ആദ്യഘട്ടത്തിൽ തന്നെ വാസ്തവത്തിൽ ഈ മഞ്ജുഷയുടെ വക്കീൽ അവരുടെ ഈ വാദം ഉന്നയിച്ചത്. അത് ശരിക്കും തൃപ്തികരമാണ് എന്ന വാദം ഉന്നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. സംശയമേ ഇല്ല എന്നുള്ളതാണ്. ഈ സംശയങ്ങൾ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അന്വേഷണം കറക്റ്റാണ് എന്ന് വേണമെങ്കിൽ ആർക്ക് വാദിക്കാം, കോടതിക്ക് വാദിക്കുകയും ചെയ്യാം. പക്ഷേ അത് ഇൻകറക്റ്റ് ആയിരുന്നു എന്ന് പറയാവുന്ന ഒരു ചിത്രം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. തുടക്കം മുതലേ അത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവര് അന്വേഷണത്തിൽ തൃപ്തി പറഞ്ഞിട്ടില്ല ചേട്ടാ. അവര് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ തലശ്ശേരിയിൽ വന്നപ്പോൾ മാറ്റം പറഞ്ഞല്ലോ. അത് അല്ല എന്ന് പറയാവുന്ന ഒരുപടി വസ്തുതകൾ നിലനിൽക്കവേ അത് മുഴുവൻ തന്നെ കോടതിയുടെ മുമ്പിൽ പ്ലേസ്മെന്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം സംഭവങ്ങൾക്ക് ആര് മറുപടി പറയണം? കൃത്യമായി അനലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ഈ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിക്കുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആയിട്ട് അദ്ദേഹം അത് പറയണം. അപ്പൊ അത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനതിന്റെ പകർപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് പറയുന്നത് വെറും അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അത് വരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അതും പലപ്പോഴും എന്തായി തീർന്നു,
ഒരു 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 ഗവൺമെന്റിനെ ഭയക്കുന്നവരുടെ പക്ഷത്ത്, ഗവൺമെന്റിനെ ഭയക്കേണ്ടി വരുന്നതാണ്. ഗവൺമെന്റിനെ ഭയക്കുകയല്ല വേണ്ട, ഗവൺമെന്റ് നമ്മുടെ പ്രൊട്ടക്ടറാണെന്ന് പറയുന്നിടത്താണ് ഒരു ഗവൺമെന്റ് ഉണ്ടാവുന്നത്. പകരം ഗവൺമെന്റ് സംവിധാനങ്ങളെ മുഴുവൻ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വാസ്തവത്തിൽ ഐഡന്റിറ്റി ഇല്ലാതായി തീരുന്നു എന്നർത്ഥം. മറിച്ച് ഗവൺമെന്റ് നമ്മുടെ പ്രൊട്ടക്ടറാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗവൺമെന്റ് ഉണ്ടാകുന്ന ബഹുമാനമാണ് ഉണ്ടാകുന്നത്, സ്നേഹമാണ് ഉണ്ടാകുന്നത് നമുക്ക്. അതിന് പകരം നേരെ വിരുദ്ധമായിരിക്കുന്ന സംഭവമാണ് ഉണ്ടാക്കി തീർത്തത്. അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു ചിത്രത്തിന്റെ ഒരു ഭാഗവും കൂടി ആയിരിക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടാണ്. കാരണം ഒരു വീട്ടിനകത്തെ ആകെ വരാവുന്ന ഒരാൾ ഇതുപോലെ പിന്നെ അപ്രതീക്ഷിതമായി പിന്നെ എന്താ പറയുക ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വരിക, അപ്രതീക്ഷിതമായി വരുന്ന വാർത്ത വരിക. പിന്നെ അതിന് തൊട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഞാൻ എത്തുമെന്ന് പറഞ്ഞു വരാവുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്തു എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുക. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? അവര് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇവരെ റിസീവ് ചെയ്യാൻ കുടുംബം ഒന്നടക്കം പോയി കാത്തു നിൽക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ള വിഷയം വരുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇയാൾ ആത്മഹത്യ ചെയ്യിക്കുന്നു, ഈ പറയുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്യിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇവിടെ ക്രൈം ത്രില്ലർ സിനിമക്കകത്ത് പോലും വരുന്നതിനേക്കാൾ മാരകമായ രീതിയിലല്ലേ ഈ സംഭവം ഒരു ഫാമിലിയെ സബോട്ടാഷ് ചെയ്തത്. അപ്പൊ ഇത്തരം സബോട്ടാഷ് വന്നിട്ട് പോലും അതിന്റെ ഒരു തരിമ്പ് പോലും സങ്കടങ്ങളില്ലാതെ ഒരു സംഭവം ചെയ്യാൻ ഇവിടെയാണെന്നാണ് ഇപ്പൊ ഇത് വിഷയമല്ല. ഒറ്റൊരു സംഭവം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറയാതെ പേരിയ ഇരട്ടക്കൊല കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്താ വില്ലാളിപ്പട്ടും കൊടുത്തു കൊടുക്കാൻ അഭിവാദ്യം അർപ്പിക്കാൻ പോയതാരാ? ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ പോയത്. എന്നിട്ട് അയാൾ അതിനകത്ത് വായിച്ച് പഠിക്കാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയന്റെ ഒരു പുസ്തകം ഒരു പുസ്തകം കൊടുക്കുകയാണ് ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയാനകമായിരിക്കുന്ന ഒരു സൊസൈറ്റിയെ നിർമ്മിക്കുന്നതിന്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാതെ സൊസൈറ്റിയെ നിർമ്മിക്കാൻ ഇതേ സംഭവം തന്നെയാണ്. ഇതല്ലാത്ത വിഷയമാണ് തന്നെയാണ് ഇതേ വിഷയം തന്നെയാണ് ഇവിടെ വരുന്നത്. അൻവറിന്റെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിനകത്തും വരുന്നത്. ഇത് മുഴുവൻ തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് കളയുകയാണ് ചെയ്തത്. ഇങ്ങനെ തകർത്ത് കളയുന്ന ഒരു സംഭവത്തിന് പലപ്പോഴും നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു കുറിപ്പുകൾ വന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ അനീതി ജയിക്കുകയും ഇര വീണ്ടും കരയാൻ മാത്രം ഉണ്ടാകുന്ന ഒരു ചിത്രത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വളരെ വളരെ ദുഃഖകരമായ സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്ന ഒരു കേസാണിത്. ആ കേസ് വരികയാണെങ്കിൽ മാത്രമേ കലക്ടറെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന CBIക്ക് അവർക്ക് വേണമെങ്കിൽ അവർ ആരെയും ചോദ്യം ചെയ്യുമല്ലോ. അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം പുറത്തു വരികയുള്ളൂ എന്നതാണ് മിസ്റ്റർ അയ്യപ്പദാസ്. എനിക്ക് അങ്ങനെയാണ് ശരിക്കും തോന്നുന്നത് ശരിക്കും. അതുകൊണ്ട്